മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കൈത്താങ്ങുമായി കെയർ ഫോർ മുംബൈ സർക്കാരിന്റെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് 80 ലക്ഷം രൂപ സംഘടന കൈമാറി. ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി 4 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നാണ് കെയർ ഫോർ മുംബൈ വാഗ്ദാനം നൽകിയത്. ഇതിനുള്ള തുകയാണ് കൂട്ടായ്മ സർക്കാരിന് കൈമാറിയത്. നിരവധിയായ സംഘടനകളും വ്യക്തികളും വയനാട് ടൗൺഷിപ്പ് പദ്ധതിയിൽ പങ്കാളികളാകുന്നുണ്ട്. മുംബൈയിലെ മലയാളികളുടെ കൂട്ടായ്മയായ കെയർ ഫോർ മുംബൈ സമാഹരിച്ച 80 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത്. 4 വീടുകളാണ് കെയർ ഫോർ മുംബൈ വാഗ്ദാനം ചെയ്തിരുന്നത്. കോവിഡും പ്രളയവും പോലെ സംസ്ഥാനം നിരവധിയായ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ കെയർ ഫോർ മുംബൈ സഹായവുമായി എത്തിയിരുന്നു. ചൂരൽമലയിലെ ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കകം തന്നെ ബോംബെയിലെ മലയാളികളുടെ ഭാഗമായിട്ടുള്ള ഈ പ്രസ്ഥാനം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുകയുണ്ടായി. ഏതെല്ലാം വിധത്തിലാണ് അവരുടെ സഹായം ഉണ്ടാക്കാൻ കഴിയുക എന്ന് ഞങ്ങളോട് അന്വേഷിക്കുകയുണ്ടായി. പല വിധത്തിലുള്ള സഹായങ്ങളുടെ വാഗ്ദാനവും ഉണ്ടായി. അതെല്ലാം അനുസരിച്ച് ചൂരൽമലയിൽ നിർമ്മിക്കാൻ പോകുന്ന ഒരു പുതിയ നഗരം എന്ന ആശയം കെയർ ഫോർ മുംബൈക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് സർക്കാരിനോട് സഹകരിച്ച് ഈ വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താം എന്ന് തീരുമാനിച്ചത്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവസിപ്പിക്കുന്ന ഈ ടൗൺഷിപ്പ് പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് മുംബൈയിൽ നിന്നും ഇവിടെ നടക്കുന്ന ടൗൺഷിപ്പ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി 4 വീടുകൾ നിർമ്മിക്കുവാൻ 80 ലക്ഷം രൂപ കൊടുക്കുവാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഇപ്പോൾ ഇന്ന് സർക്കാരിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ എമൗണ്ട് കൈമാറി. കെയർ ഫോർ മുംബൈ പ്രസിഡന്റ് MK നവാസ്, സെക്രട്ടറി പ്രിയ വർഗീസ്, ട്രഷറർ പ്രേംലാൽ, സംഘടനയുടെ ട്രസ്റ്റി അംഗങ്ങൾ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിക്ക് തുക കൈമാറിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.